ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2026 പബ്ലിക് എക്സാമിനേഷന് +2 അക്കൗണ്ടൻസിയിൽ തിയറി ഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള 40 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അത് എത്ര മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ 40 മാർക്കിൽ ഒരു 90% മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും നേടാൻ സാധിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ വെയിറ്റേജും ആദ്യം നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ കൊടുക്കുന്ന വെയിറ്റേജ് 8 തൊട്ട് 10 വരെയാണ്. അപ്പോൾ 8 തൊട്ട് 10 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ 10 തൊട്ട് 12 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടായിരിക്കും. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരിക്കും. ദെൻ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നൊരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നതിനെ പറ്റിയും പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഒരു പാർട്ട്ണർക്ക് ഡെത്ത് സംഭവിക്കുന്നതിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഈ ചാപ്റ്ററിന് നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അതേ വെയിറ്റേജ് തന്നെയാണ് ഈ ചാപ്റ്ററിനും കൊടുക്കുന്നത്. 10 തൊട്ട് 12 മാർക്കിന് വരെ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് തിയറി ഭാഗത്തിൽ +2 അക്കൗണ്ടൻസിൻ്റെ തിയറി ഭാഗത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിനും മറ്റ് 2 ചാപ്റ്ററുകളെ പോലെ തന്നെ 10 തൊട്ട് 12 മാർക്ക് വരെ ഷുവറായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ചാപ്റ്ററിലും ഈ 4 ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ മാർക്കും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. നമുക്കറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലും പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് തമ്മിൽ റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ലെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ചില കാര്യങ്ങളെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പോലുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇത് 2 മാർക്കിന് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അത് വിവിധ സിനാരിയോയിൽ, അത് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. നമുക്കറിയാം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാനായി പ്രധാനമായിട്ടും 2 മെത്തേഡാണത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഈ 2 മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ പി&എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഒരു 4 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പി&എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഈ ചാപ്റ്ററിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. 6 മാർക്കിന് വരെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് പി&എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതൊരു 4 മാർക്കിനൊക്കെ, ഇത് റെയർ ആയിട്ടേ കാണാറുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ പോലെ അത്ര റിപ്പീറ്റഡ് ആയിട്ട് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണാറില്ല. എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക, അതൊരു 4 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്. ഇനി സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ +2 അക്കൗണ്ടൻസി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചാപ്റ്റർ പോകാം. സോ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നാണ്. ഈ ചാപ്റ്ററിന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോയും അതുപോലെ തന്നെ ന്യൂ റേഷ്യോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ
ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് ജേണൽ എൻട്രി. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണർ വരുന്ന സമയത്ത് അദ്ദേഹം ഗുഡ് വില്ല് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് സാക്രിഫൈസ് റേഷ്യോയിൽ എന്ത് ചെയ്യും, ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. സോ അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ചാപ്റ്ററിന്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല്, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള മെത്തേഡാണുള്ളത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ തന്നെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നിങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ് കുറേ തവണ ചോദിച്ചിട്ടുള്ളത് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യനിൽ. പിന്നെ അതുപോലെ 8 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഇത് 8 മാർക്കിന് ഈ 3 കാര്യങ്ങളും ഏതൊക്കെ, റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് 3ഉം തയ്യാറാക്കാൻ പറയുന്ന ക്വസ്റ്റ്യന് 8 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കാറുണ്ട്. ഓക്കെ, 6 തൊട്ട് 8 മാർക്ക് വരെയാണ് ആ ക്വസ്റ്റ്യൻസ് മാർക്കിന് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് തന്നെയാണ് ഈ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ഈ ഒരു 3rd ചാപ്റ്ററിനുള്ളത്. ഇനി ഈ ചാപ്റ്ററിന് ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോയും അതുപോലെ തന്നെ ന്യൂ റേഷ്യോൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജേണൽ എൻട്രി റിലേറ്റഡ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ്സ് എക്സെട്ര. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നൊരു പാർട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് അങ്ങോട്ട് ഗുഡ് വിൽ കൊടുക്കണം. അത് ഷെയർ ചെയ്യുന്ന എൻട്രി, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, റിസർവ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന എൻട്രി, ജേണൽ എൻട്രീസ് ഒക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഡ്യൂ ടു റിട്ടയറിംഗ് പാർട്ണർ അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നൊരു റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് റിട്ടയർ ചെയ്യുന്നത് വരെയുള്ള പ്രോഫിറ്റ് എത്രയാണ് കൊടുക്കാനുള്ളത്, അതിൻ്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് റിട്ടയറിംഗ് പാർട്ണർ ലോൺ അക്കൗണ്ട്, ഡിസീസ്ഡ് പാർട്ണർ എക്സിക്യൂട്ടർ ലോൺ അക്കൗണ്ട്, അതുപോലെ തന്നെ റിട്ടയറിംഗ് പാർട്ണർ ലോൺ അക്കൗണ്ട്, ഇതൊക്കെ നമ്മളോട് 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടുണ്ടാവും. പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരു ക്വസ്റ്റ്യന്. ദെൻ റീവാലുവേഷൻ അക്കൗണ്ട്, ഈ ചാപ്റ്ററിൽ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് പഠിക്കാനുണ്ട്. അതും ഒരു 6 തൊട്ട് 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളത്. റീവാലുവേഷൻ അക്കൗണ്ട്, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത് 3ഉം പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യന് 6 തൊട്ട് 8 മാർക്ക് വരെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനിയിപ്പോൾ വെറും റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ നോക്കാം. ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 ചാപ്റ്ററിൻ്റെയും, 2nd ചാപ്റ്ററിൻ്റെയും 3rd ചാപ്റ്ററിൻ്റെയും അതേ വെയിറ്റേജ് തന്നെയാണ് ഈ 4th ചാപ്റ്ററിനുള്ളത്. ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു റിയലൈസേഷൻ. റിയലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ജേണൽ എൻട്രീസ്, അതൊരു 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാവുന്നതാണ്. ദെൻ മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ, മോഡ്സ് ഓഫ് ഡിസൊല്യൂഷനുമായി ഒരു സിനാരിയോ തരും. അത് ഏത് ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, ഏത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ആണോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഈ ഒരു ചാപ്റ്ററിന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റീവാലുവേഷൻ ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതൊരു 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് റിയലൈസേഷൻ അക്കൗണ്ട്. 6 തൊട്ട് 8 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. വെറും റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമായിരിക്കില്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. റിയലൈസേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ ഏറ്റവും ലാസ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. ഈ 3 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ 6 തൊട്ട് 8 മാർക്ക് വരെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടാണ് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ അത് 4 തൊട്ട് 5 മാർക്ക് വരെയാണ് ചോദിക്കാറുള്ളത്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ +2 അക്കൗണ്ടൻസിയിലെ തിയറി ഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ +2 അക്കൗണ്ടൻസിയുടെ തിയറി ഭാഗത്ത് ചോദിക്കുന്നത് റീവാലുവേഷൻ അക്കൗണ്ടും അതുപോലെ റിയലൈസേഷനും അക്കൗണ്ടാണ്. സോ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സോ ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.